അസ്സലാമു അലൈക്കും. ഇസ്ലാമിക് സൊല്യൂഷൻ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പെട്ടെന്ന് സമ്പത്ത് വർദ്ധിക്കാനുള്ള ഒരു അത്ഭുത ദിക്റിനെ കുറിച്ചിട്ടാണ്. ഈ ദിക്ർ നാം എല്ലാ ദിവസവും പതിവാക്കണം. നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഹലാലായ സമ്പത്ത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ എപ്പോഴും പണമുണ്ടാകണം. മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരവസ്ഥ വരാതിരിക്കാനും നല്ലൊരു വരുമാനം ലഭിക്കാൻ വേണ്ടി നമ്മൾ പലവരും ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ പെട്ടെന്ന് പണം ഉണ്ടാകാൻ മഹാന്മാർ പല വഴികളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൊരു വഴിയാണ് ഇന്ന് പറയുന്നത്. മൻസൂർ രാജാവ് ഭരണം നടത്തുന്ന സമയം ഒരു സാധാരണക്കാരൻ വന്ന് അദ്ദേഹത്തോട് പണം ചോദിച്ചു. അപ്പോൾ മൻസൂർ രാജാവ് പറഞ്ഞു, ഇപ്പോൾ ഞാൻ നിനക്ക് പണം നൽകൂല, നിനക്ക് ഞാനൊരു ഹദീസ് പഠിപ്പിച്ചു തരുന്നതാണ്. അങ്ങനെ ആ മനുഷ്യന് മൻസൂർ രാജാവ് പഠിപ്പിച്ചു കൊടുത്തു. ഒരാൾ എല്ലാ ദിവസവും ഇടവിടാതെ ഒരു വർഷക്കാലം 1000 തവണ ഇസ്തിഗ്ഫാർ എന്ന ദിക്ർ ചൊല്ലിയാലേ അവൻ്റെ ഒരു വർഷത്തിൻ്റെ ഇടയിൽ അവൻ പണക്കാരനാകും, വലിയ സമ്പന്നനാകും. ഹലാലായ മാർഗത്തിലൂടെ അവനക്ക് പണം സമ്പാദിക്കാൻ കഴിയുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഹദീസാണ് മൻസൂർ രാജാവ് ആ മനുഷ്യനിക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ഹദീസ് കേട്ട ആ മനുഷ്യൻ സന്തോഷത്തോടു കൂടി എല്ലാ ദിവസവും 1000 പ്രാവശ്യം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ആ വർഷത്തിൻ്റെ അവസാന സമയം എത്തിയപ്പോൾ ശക്തമായ മഴ വർഷിച്ചു. ആ മഴയിലൂടെ വലിയ വലിയ മഞ്ഞുകട്ടകളാണ് ആകാശത്തു നിന്ന് വന്നത്. അങ്ങനെ ആ മനുഷ്യൻ താമസിക്കുന്ന വീടിൻ്റെ മുറ്റത്ത് വലിയ മഞ്ഞുകട്ട വീഴുകയും അവിടെ വലിയ കുഴി ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ അവിടെ നോക്കിയപ്പോൾ ആ കുഴിയിൽ നിന്ന് വലിയ മൺപാത്രം പുറത്തേക്ക് വന്നു. അങ്ങനെ അത് തുറന്നു നോക്കിയപ്പോൾ ആ മൺപാത്രത്തിൻ്റെ ഉള്ളിൽ 30,000 ദിർഹം വെള്ളി നാണയങ്ങൾ ഉണ്ടായിരുന്നു. ആ വെള്ളി നാണയങ്ങളുമായി ഉടനെ തന്നെ ആ മനുഷ്യൻ മൻസൂർ രാജാവിൻ്റെ അടുത്തേക്ക് സന്തോഷത്തോടു കൂടെ പോയി. മൻസൂർ രാജാവിന് മനസ്സിലായി, ഈ മനുഷ്യൻ ഇപ്പോൾ പണക്കാരനായിട്ടുണ്ട്. കാര്യം അന്വേഷിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു വർഷക്കാലം ഇടവിടാതെ 1000 പ്രാവശ്യം ഇസ്തിഗ്ഫാർ എന്ന ദിക്ർ ചൊല്ലിയതിൻ്റെ കാരണത്തിലാണ് ഈ മൺപാത്രം എനിക്ക് അള്ളാഹു തന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ 30,000 വെള്ളി നാണയങ്ങളിൽ അതിൽ 5 ഓഹരി മൻസൂർ രാജാവ് പാവപ്പെട്ടവർക്ക് കൊടുക്കുകയും ബാക്കി എല്ലാം ഈ മനുഷ്യനിക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇസ്തിഗ്ഫാർ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ മാത്രമല്ല, മറിച്ച് നമുക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ നമ്മൾ പതിവാക്കുക. എല്ലാവരും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. എത്രയാണോ നമുക്ക് കഴിയുന്നത് അത്രയും ഇസ്തിഗ്ഫാർ നാം വർദ്ധിപ്പിക്കുക. ചുരുങ്ങിയത് ദിവസം 100 പ്രാവശ്യമെങ്കിലും ചൊല്ലുക. അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. കടങ്ങൾ ഇല്ലാതെ നല്ല സന്തോഷമുള്ള സമാധാനമുള്ളൊരു ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു തആല നൽകുമാറാകട്ടെ. നമുക്ക് ഇപ്പോൾ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലാം. അതിനു മുമ്പായിട്ട് മുത്തുനബിയുടെ പേരിൽ കുറച്ച് സ്വലാത്ത് ചൊല്ലിയിട്ട് തുടങ്ങാം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായ മനസ്സിൽ നല്ല നിയത്ത് കരുതി നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞ് പൊരുത്തപ്പെടിപ്പിച്ച് നമ്മുടെ ഹലാലായ കാര്യങ്ങളൊക്കെ മനസ്സിൽ കരുതി നബിയുടെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കതിന് ഫലം ലഭിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ദുനിയാവും ആഖിറവും വിജയിക്കണമെങ്കിൽ നബിയുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക. അതിന് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്തഗ്ഫിറുല്ലാഹ് അൽ അലീം. 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 അസ്തഗ്ഫിറുല്ലാഹ് അൽ അലീം.